സൽപ്രവൃത്തികളിലൂടെ കാരുണ്യത്തിന്റെ സംരക്ഷണ വലയം തീർക്കുകയാണ് ചങ്ങനാശ്ശേരി ചീറൻചിറയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി വേൾഡ് ട്രസ്റ്റ്. ഈ പ്രദേശത്തെ നിർധന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഇതിനോടകം നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ശ്രദ്ധയാകർഷിക്കുന്ന ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന്റെ അമരക്കാരൻ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയാണ്. പരിചയപ്പെടാം താങ്ങും തണലുമായി മാറിയ ഈ നന്മയുടെ പ്രസ്ഥാനത്തെ. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ നിർധനരും നിരാലംബരുമായ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഇന്ന് ചാരിറ്റി വേൾഡ് ട്രസ്റ്റ്. ചങ്ങനാശ്ശേരി ചീരഞ്ചിറയിൽ ഡോക്ടർ ജോർജ് പടനിലം ദാനമായി നൽകിയ ഭവനത്തിലാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം. ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയാണ് ട്രസ്റ്റ് ഡയറക്ടർ. ഭിന്നശേഷിക്കാരായ 50ഓളം കുട്ടികൾക്ക് കരുതലും പ്രചോദനവും നൽകി പ്രത്യേക പാഠ്യപദ്ധതിയിലൂടെ മിടുക്കരായി വളർത്തിയെടുക്കുകയാണ് ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന്റെ മുഖ്യ ലക്ഷ്യം. ചങ്ങനാശ്ശേരി ചാരിറ്റി വേൾഡ് ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ തന്നെയാണ്. ഇവിടെ 50ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവർ 18 വയസ്സ് കഴിഞ്ഞവരാണ്. വൊക്കേഷണൽ ട്രെയിനിങ് അവരെടുക്കുന്നു. അതുവഴിയായി സ്വയം തൊഴിലിലേക്ക് അവർ വന്ന് അവർ തന്നെ സമ്പാദിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുക. ട്രസ്റ്റിന്റെ മറ്റൊരു സംരംഭമാണ് പ്രത്യാശ എന്ന ജനകീയ മുന്നേറ്റം. അവയവദാന ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരെ സഹായിക്കുന്ന പദ്ധതിക്കായി 5 മണിക്കൂർ കൊണ്ടാണ് പണം സ്വരൂപിക്കുന്നത്. 151 പേർക്ക് പുതുജീവൻ നൽകാൻ ഇതിനകം പ്രത്യാശയ്ക്ക് സാധിച്ചു. കൂടാതെ പട്ടിണിരഹിത പദ്ധതിയിലൂടെ നിർധന കുടുംബങ്ങളിൽ ഭക്ഷണ സാധനങ്ങളടങ്ങിയ കിറ്റ് മാസം തോറും എത്തിക്കുന്നുണ്ട് ചാരിറ്റി വേൾഡ് ട്രസ്റ്റ്. കൂടാതെ അന്നദാനം പദ്ധതിയും തുടർന്നു വരുന്നുണ്ട്. മുട്ടാർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള ആരോഗ്യഗ്രാമം പദ്ധതി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കുട്ടനാട്ടിലെ പ്രളയബാധിതർക്കായി 6 കോടി രൂപയുടെ സഹായഹസ്തം നൽകി ട്രസ്റ്റ് മുഖ്യധാരയിലെത്തിയതും ശ്രദ്ധേയമായി. ഷെക്യാന ന്യൂസ് ബ്യൂറോ, കോട്ടയം.